അഹമ്മദാബാദിൽ 241 യാത്രക്കാരുടേതടക്കം 274 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഡീകോഡിംഗ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മാത്രമേ യഥാർത്ഥ അപകടകാരണം എന്തെന്ന് വ്യക്തതയുള്ളൂ. നിരവധി കിംവദന്തികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലാൻഡിംഗ് ഗിയർ പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ചിറകുകളുടെ ഫ്ലാപ്പ് നിവർന്ന അവസ്ഥയിലുമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിമാനം കല്ല് കണക്കെ താഴേക്ക് പതിക്കും എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വിമാനത്തിന് മുൻപോട്ട് ചലിക്കാൻ ആവശ്യമായ ത്രസ്റ്റ് അത് ഉണ്ടാക്കാൻ വിമാന എഞ്ചിനുകൾക്ക് സാധിക്കാതെ വരികയും അത് കൂടുതൽ വഷളാകുന്ന തരത്തിൽ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് ഇരിക്കുന്നതും അതോടൊപ്പം തന്നെ ചിറകുകളുടെ ഫ്ലാപ്പ് നിവർന്നിരിക്കുന്നതും ഈ അപകടത്തിൻ്റെ തീവ്രത കൂട്ടിയെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ബോയിങ് വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനെക്കുറിച്ച് ഇപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മുൻ ജീവനക്കാരുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. ജോൺ ബാർണറ്റ് ബോയിങ്ങിൻ്റെ മുൻ ക്വാളിറ്റി കൺട്രോളറാണ്. ഇദ്ദേഹം 1988 ഈ തസ്തികയിൽ ബോയിങ്ങിൽ ജോലിക്ക് പ്രവേശിച്ചത്. തുടർന്ന് 2010 നോർത്ത് കരോലിനയിലെ ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ പ്ലാന്റിൽ നിയമിതനായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഈ ബോയിങ് ഡ്രീം ലൈനറിൻ്റെ നിർമ്മാണത്തിൽ നിരവധി സുരക്ഷാ വീഴ്ചകളുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രധാനമായും ഇതിൻ്റെ ഘടനാപരമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഈ ലോഹഭാഗങ്ങൾ മുൻപോട്ട് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനോട് ചേർന്ന് ഇതിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ ഘടിപ്പിക്കുന്നത് അപകട സാധ്യത ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ഇക്കാര്യം അദ്ദേഹം കമ്പനി അധികൃതരെ അറിയിച്ചു. എന്നാൽ അവർ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ പ്രകാരം വിമാനത്തിനുള്ളിലെ ഓക്സിജൻ മാസ്കുകൾ ഏതെങ്കിലും അപകട സാധ്യത ഉണ്ടായാൽ ഉപയോഗിക്കേണ്ട ഓക്സിജൻ മാസ്കുകളിൽ 4/1 ഓക്സിജൻ മാസ്കുകൾ പ്രവർത്തിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ആരോപണം. ഇത്തരം ആരോപണങ്ങളെല്ലാം ഇദ്ദേഹം അധികൃതരെ അറിയിക്കുകയും ചെയ്തു. ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ ഈ ആരോപണം ബോയിങ് അധികൃതർ തള്ളിക്കളയുകയായിരുന്നു. ഇദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് പീഡനങ്ങൾ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടിയും വന്നു. തനിക്ക് അർഹിച്ച സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, നിരവധി കഷ്ടതകൾ നിറഞ്ഞ ഒരു തൊഴിലന്തരീക്ഷം തനിക്ക് ഉണ്ടായി എന്നും ഇദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ മരണവും ഏറെ ദുരൂഹമാണ്. 2024 മാർച്ച് 9 നോർത്ത് കരോലിനയിലെ ഒരു ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിലാണ് ഇദ്ദേഹത്തെ കാണപ്പെട്ടത്. ആത്മഹത്യയെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. ഇനി മറ്റൊരാൾ എഡ് പിയേഴ്സൺ. ഇദ്ദേഹം ബോയിങ്ങിൻ്റെ ഹൈ ലെവൽ മാനേജറായിരുന്നു. ഇദ്ദേഹവും ഇതേപോലെ ചില ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ബോയിങ് 737 മാക്സ്, ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വിമാനമല്ല, 737 മാക്സ് എന്ന സീരീസിൻ്റെ നിർമ്മാണത്തിൽ ആണ് ഇദ്ദേഹം പങ്കാളിയായിരുന്നത്. ഇദ്ദേഹവും ഈ നിർമ്മാണത്തിൽ നിരവധി അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രധാനമായും കുഴപ്പം പിടിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന തരത്തിലുള്ള നിർമ്മാണ രീതിയാണ് ബോയിങ് പിന്തുടരുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇതോടൊപ്പം തന്നെ ധൃതി പിടിച്ച് വിമാനങ്ങൾ നിർമ്മിക്കാൻ ജീവനക്കാർ നിർബന്ധിതരാകുന്നതായും ഓവർ ടൈം എടുക്കാൻ ജീവനക്കാർ നിർബന്ധിതരാകുന്നതായും ഇദ്ദേഹം ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ വിമാനത്തിൻ്റെ പാർട്സുകൾ ഘടിപ്പിക്കുന്നതിലും എയർക്രാഫ്റ്റ് സിസ്റ്റം ടെസ്റ്റിംഗ്, ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിലും അപാകതകൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. ഇദ്ദേഹവും ഇതേപോലെ അധികൃതർക്ക് പരാതി നൽകി. 2019 US കോൺഗ്രസ് ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി. പക്ഷേ ഇതും കാര്യമായ നടപടി ഉണ്ടായില്ല. ഇദ്ദേഹത്തിനും ജോൺ ബാരറ്റിൻ്റെ തന്നെ അനുഭവം തന്നെയാണ് ഉണ്ടായത്. തൊഴിലന്തരീക്ഷവും വളരെ മോശമാവുകയും ഇദ്ദേഹത്തിനും ആ ബോയിങ്ങിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. മറ്റൊരാൾ സാം സലഫർ എന്ന മുൻ എഞ്ചിനീയറാണ്. ഇദ്ദേഹത്തിൻ്റെ ആരോപണമാണ് ഏറെ ഗുരുതരം. ബോയിങ് അധികൃതർ സുരക്ഷയേക്കാൾ പ്രാധാന്യം നൽകുന്നത് ലാഭത്തിനാണ് എന്നുള്ളതാണ്. വിമാനത്തിൻ്റെ യന്ത്രഭാഗങ്ങളും അതിൻ്റെ ശരീരവും കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഘടനാപരമായ പിഴവുകളുണ്ടെന്നാണ് സാം സലഫർ ചൂണ്ടിക്കാട്ടിയത്. വിമാനത്തിൻ്റെ ഫ്യൂസലേജ് അഥവാ വിമാനത്തിൻ്റെ ബോഡി കൂട്ടിയോജിപ്പിക്കുമ്പോൾ ജീവനക്കാർ അതിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന അവസ്ഥ വരെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.
വിമാനത്തിൻ്റെ ഈ ഘടനാപരമായ വിടവുകൾ വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചെറിയ വിടവുകളും അതോടൊപ്പം തന്നെ ഇംപ്രോപ്പർ അസംബ്ലിംഗ് കൂട്ടിയോജിപ്പിക്കുമ്പോഴുള്ള പാളിച്ചകളും ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇദ്ദേഹത്തിനും തൻ്റെ മൊഴികൾ പരാതിപ്പെട്ടതിനപ്പുറം കാര്യമായ നടപടികൾ ഉണ്ടായില്ല. ബോയിങ് അധികൃതർ ഒരു ആഭ്യന്തര അന്വേഷണം ഇത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചു. അവരുടെ ഒരു വാദമനുസരിച്ച് 1.5 ലക്ഷത്തോളം സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയും നിരവധി ഓഡിറ്റിങ്ങുകൾക്ക് വിധേയമായതിനു ശേഷമാണ് ഓരോ വിമാനവും തയ്യാറാകുന്നതെന്നാണ് ബോയിങ്ങിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് അവർ വാദിക്കുന്നത്. നേരത്തെ 737 മാക്സ് വിമാനങ്ങൾ 5 മാസത്തിൻ്റെ ഇടവേളകളിൽ തകർന്നു വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു. എത്യോപ്യൻ എയർലൈൻസിൻ്റെയും ലയൺ എയർക്രാഫ്റ്റിൻ്റെയും വിമാനങ്ങളാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ഏതാണ്ട് 346 പേരോളം അന്ന് മരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ബോയിങ് തന്നെ ഈ സീരീസിലുള്ള എല്ലാ വിമാനങ്ങളും നിലത്തിറക്കാൻ ഉത്തരവിടുകയും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിഴവുകൾ ബോയിങ് തന്നെ കണ്ടെത്തുകയും ചെയ്തത് നമുക്കറിയാം. എന്നാൽ ഡ്രീം ലൈനർ താരതമ്യേന ഏറെ സുരക്ഷിതമായ വിമാനങ്ങളാണെന്നാണ് ബോയിങ്ങിൻ്റെ അവകാശവാദം. ഏതാണ്ട് അതിൻ്റെ പറക്കൽ ആരംഭിച്ചതിന് ശേഷം ഇത്ര വലിയൊരു അപകടം ഡ്രീം ലൈനറുകളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് 20% ഇന്ധനക്ഷമതയും ഭാരക്കുറവുമാണ് ഡ്രീം ലൈനറുകളുടെ പ്രത്യേകതയായി പറയുന്നത്. കുറച്ചുകൂടി വീതി ഉള്ളതിനാൽ മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് സ്ഥലസൗകര്യവും ഡ്രീം ലൈനറുകളുടെ പ്രത്യേകതയായിരുന്നു. എന്നാൽ അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൻ്റെ കാരണം എന്തെന്ന് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. 2 സാധ്യതകളാണ് ഏറെയും മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, പൈലറ്റുമാരുടെ പിഴവ്, അതായത് ലാൻഡിംഗ് ഗിയർ പിൻവലിക്കുന്നതിന് പകരം വിമാനത്തിൻ്റെ ചിറകുകളുടെ ഫ്ലാപ്പ് നേരെയാക്കുന്ന ലിവർ പൈലറ്റുമാർ വലിച്ചിട്ടുണ്ടാകണം. രണ്ടാമത്തെ സാധ്യത, വിമാനത്തിൻ്റെ എഞ്ചിനിൽ പക്ഷികൾ അടിച്ചതുമൂലം വിമാനത്തിൻ്റെ എഞ്ചിൻ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. എന്നാൽ ഒരേ സമയം 2 എഞ്ചിനുകളും എങ്ങനെ പ്രവർത്തനരഹിതമായി എന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല.